നമസ്കാരം അല്ലേ ഇന്നൊരു പുതിയ മാറ്റം അയക്കാം. എല്ലാവരും പറയുന്നുണ്ട് ഹലോ ഗൈസ് കേട്ടും അടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാങ് ഓവറിനെ പറ്റിയാണ്. എന്താണ് ഈ ഹാങ് ഓവർ? മിക്ക ആൽക്കഹോളിക്ക് തന്നെ ആവണമെന്നില്ല. അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ടും അയാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹാങ് ഓവർ. ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ അമിതമായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഹാങ് ഓവർ എന്ന് പറയാം. തലവേദന, തലകറക്കം, ഓക്കാനം, ക്ഷീണം, ഛർദി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളെയാണ് ഹാങ് ഓവർ ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മദ്യപിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അളവ് കുറച്ച് മദ്യപിക്കുക. ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അടിക്കാണ്ട് നിൽക്കുക. അടിക്കുന്നതാണല്ലോ ഒരു ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്. അടി നിർത്തലാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്, ഇനി നന്നായി അടിച്ച് അത് കാരണം കുറേ ഹാങ് ഓവർ കാരണമാണ് നിങ്ങൾ പിറ്റേ ദിവസം കുടിക്കുന്നതെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ്, ഇപ്പോൾ എന്താ പറയുക, വാട്ടർമെലോൺ അല്ലെങ്കിൽ കുക്കുംബർ പോലെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യുക. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മദ്യപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ വളരെ കുറവായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസത്തെ ഹാങ് ഓവർ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത്, മദ്യപിക്കുന്ന ആൾക്കാരിൽ വൈറ്റമിൻ ബി അല്ലെ മദ്യം നമ്മുടെ വൈറ്റമിൻ ബി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വൈറ്റമിൻ ബി സപ്ലിമെൻറ്റ്സ് നമ്മൾ മദ്യത്തിന് മുമ്പോ അല്ലെ മദ്യപിച്ച് കഴിഞ്ഞോ എടുക്കുകയാണെങ്കിൽ തലേ ദിവസത്തെ ഹാങ് ഓവർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡാർക്ക് കളേർഡ് ആൽക്കഹോൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡാർക്ക് കളേർഡ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈ റമ്മ്, വിസ്കി, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കെമിക്കൽ കണ്ടന്റ് ആയിട്ടുള്ള കോഞ്ചിനേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പിറ്റേ ദിവസം ഹാങ് ഓവർ വരാനുള്ളൊരു മെയിൻ കാരണം അല്ലേ. ഡാർക്ക് കളേർഡ് അല്ലേ. ലാസ്റ്റ് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല തലവേദന ഉണ്ടാവില്ലേ, ഒരു ടാബ്ലറ്റ് അങ്ങ് എടുത്താൽ മതി 2 എണ്ണം അടിക്കുന്നതിന് പകരം. അപ്പോൾ ആരും കുടീനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് കരുതരുത്. ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അടിക്കുന്ന ആൾക്കാർ ഈ ടിപ്പ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.